അണഞ്ഞിടു സോദരേ, അണഞ്ഞിടു സോദരേ, വരൂ കുണിയ തന്നിലെ, വരൂ കുണിയ തന്നിലെ. സമ്മേളനത്തിൻ നാളിത, സമ്മേളനത്തിൻ നാളിത, കരങ്ങളൊന്നു ചേർത്തിടാ, കരങ്ങളും. ആ സമ്മേളനം ഒരു അടയാളപ്പെടുത്തലായി മാറിയപ്പോൾ ആ സമ്മേളനത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ആളുകളാണ് വിഖായ എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങളാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ മജ്‌ലിസിൽ ദുആ ചെയ്യുമ്പോൾ എടുത്തു പറയുന്ന ഒരാളുകളാണ് വിഖായ എന്നുള്ളത്. സമസ്തയുടെ നീലപ്പട്ടാളം, സമസ്തയുടെ കാവൽ ഭടന്മാർ, സയ്യിദുൽ ഉലമയുടെ പ്രിയപ്പെട്ട മക്കൾ, മണ്ണിൽ ശോഭയാ സമസ്തയാ. ഉള്ളക്കോയ തങ്ങൾ നെഞ്ചിൽ നെഞ്ചിൽ ചേർത്ത് മുത്തുകോയ തങ്ങൾ. അങ്ങനെ തന്നെ പറയാം. അതാണല്ലോ തങ്ങൾ ഉസ്താദ് സമാപന സമ്മേളനത്തിൽ പോലും അവിടുത്തെ പ്രഭാഷണങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോഴും അതിൽ പ്രത്യേകമായി പ്രാമുഖ്യം കൊടുത്ത് പറഞ്ഞൊരു കാര്യമാണ് വിഖായയുടെ പ്രവർത്തകന്മാരെ കുറിച്ച്. അത് മതി അവർക്ക്, അത് മതി അവർക്ക്. വന്യരായ തങ്ങൾ ഉസ്താദിന്റെ ആ ദുആ മതി അവർക്ക്. അതിനു വേണ്ടിയിട്ടാണ് അവരതിനൊക്കെ പ്രവർത്തിക്കുന്നതെന്നറിയാം. മഹോന്നതരാൽ മുന്തിയേ, നൂറിലിന്ന് ലംഘിയേ, ഉമ്മത്തിനേര് കാട്ടിയേ, നൂറിലിന്ന് ലംഘിയേ. ഉള്ളക്കോയ തങ്ങൾ നെഞ്ചിൽ നെഞ്ചിൽ ചേർത്തു മുത്തുകോയ തങ്ങൾ. മുന്നിൽ കൊടി പിടിച്ച് നിന്ന് സത്യസമസ്ത തിളങ്ങിയേ. തിന്നെ നയിച്ചേ, നൂറൊളിവിലൻ സമസ്ത ജ്വലിച്ചേ. നാടൊരുങ്ങി മനമകമിൽ കുളിരുതിരച്ചേ, നാൾക്കുനാൾ വളർന്നയിൽ സമസ്ത കുതിച്ചേ. ധീരമിലന്നതാ പാകിൽ ഉസ്താദര, ത്യാഗമതേരെ താണ്ടി മുന്നിൽ നിന്നതാ. മാന്യമഹോന്നരാൽ കാത്തു കനിഞ്ഞതാ, കണ്ണിയത്തോര് നെഞ്ചിൽ ചേത്തണച്ചതാ. വിധത്തിന്നിരുളതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചില വളണ്ടിയർമാരെ ഞാൻ ചില വളണ്ടിയർ എന്റെ അനുഭവമാണ് പറയുന്നത്. ചില വളണ്ടിയർമാരെ കാണുമ്പോൾ അവരോട് ഞാൻ സലാം പറയും. എന്തിനാന്നറിയും? അവര് കൈ പിടിച്ച് സലാം പറഞ്ഞു അവരുടെ ഇടയിൽ അവരുടെ ഒരിടം കിട്ടാനാണ്. അവർ നല്ല മനുഷ്യന്മാരാണ്. അവരവരുടെ ജോലികളൊക്കെ ഒഴിവാക്കി, അവരുടെ പണികളൊക്കെ ഒഴിവാക്കി, എത്രയോ നീറുന്ന യാതനകളും വേദനകളും പ്രയാസങ്ങളും ഉണ്ടായിട്ട് പോലും അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തക്ക് ഖിദ്മത്തെടുക്കാൻ വന്ന ഖാദിമീങ്ങളാണ് ബഹുമാനപ്പെട്ട വിഖായയുടെ വളണ്ടിയർമാർ. അവരെ പറയേണ്ടതാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടവരാണ് നമ്മൾ. നിങ്ങൾ ദുആ ചെയ്യണം അവർക്ക് വേണ്ടി. കാരണം സമസ്തയുടെ സമ്മേളനത്തിൽ ഒരുപാട് മഹാനതന്മാരായ സ്വാലിഹീങ്ങൾ, ഒരുപാട് മഹാനതന്മാരായ ആലിമീങ്ങളും ആബിദീങ്ങളും സാദാത്യങ്ങളും സ്വാലിഹീങ്ങളും ഒക്കെ പങ്കെടുക്കുമ്പോൾ വേദിയിൽ അവർക്കും എന്ത് ചെയ്യണം? ആ സദസ്സിൽ നിന്ന് കൂടാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. അവരെ നാടുകളിൽ നിന്ന് പല വിഖായയുടെ പ്രവർത്തകന്മാരെ നാടുകളിൽ നിന്ന് പലരും ക്യാമ്പിൽ വന്നു, സമ്മേളനത്തിന് വന്നു. പക്ഷേ അവരോടൊപ്പം ഇരിക്കാൻ ആ പ്രിയപ്പെട്ട വിഖായയുടെ വളണ്ടിയർമാർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാ? ഒരുപക്ഷെ അവർക്ക് സ്റ്റേജിന്റെ ഭാഗത്തായിരിക്കും വർക്കുണ്ടാകാം, ഒരുപക്ഷെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാഗത്തായിരിക്കും, ഒരുപക്ഷെ അവർക്ക് ട്രാഫിക്കിലായിരിക്കും, ഒരുപക്ഷെ അവർക്ക് മറ്റുള്ള ഇടങ്ങളിലായിരിക്കും അവരുടെ ഡ്യൂട്ടി ഉണ്ടാവുക. എന്താണോ വിഖായുടെ നേതാക്കന്മാർ അവരോട് പറയുന്നത് അടപ്പാടെ സ്വീകരിച്ച് വെയിലുകൊണ്ട് ചില സമയങ്ങളിൽ
കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ. ദാഹിക്കുന്നുണ്ടാവും, വിശക്കുന്നുണ്ടാവും. പക്ഷെ ഞാനിവിടുന്നെങ്ങാനും മാറി നിന്നാൽ സമസ്തയോട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അതെന്തെങ്കിലും തെറ്റാകുമോ എന്ന് പേടിച്ചിട്ട് അവരുടെ സുഖങ്ങളെ മറന്ന പ്രിയപ്പെട്ട വിക്കായ, അവരുടെ ആഗ്രഹങ്ങൾ ഒഴിവാക്കി വെച്ച പ്രിയപ്പെട്ട വിക്കായ, ഒരു പക്ഷേ ഭാര്യക്കൊന്ന് ഫോൺ വിളിച്ചിട്ട് മക്കൾക്കൊന്ന് ഫോൺ വിളിച്ചിട്ട് സുഖവിവരങ്ങൾ അറിയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അവരെപ്പോഴും അവരുടെ സന്നദ്ധ പ്രവർത്തനങ്ങളിലായിരിക്കും. സമസ്ത വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും? സമസ്ത വിളിച്ചാലെങ്ങനെ നമ്മൾ اللهم ارزقنا دوام العزة يا رب العالمين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم شتت شملهم. اللهم فرق جمعهم. اللهم زد الأقدام. നമുക്ക് കാണാൻ കഴിയും പ്രകാശത്തെ, മറ്റുള്ളതിനെ കാണിച്ചു തരുന്നതുമാണ് നൂറ്. എന്നാൽ അല്ലാഹുവും ഖാലിഖും തമ്മിലുള്ള ബന്ധത്തിൽ നൂറ് ഹിജാബാണ്. അല്ലാഹുവിനെ കാണുന്നതിനെ തൊട്ട് നമുക്ക് മറയിടുന്നത് ഒരു തരം നൂറാണ്, ഒളിവാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലൗ കശഫഹു ലഅഹറഖത് സുബ്ഹാതു വജ്ഹി മൻ ദഹാ ഇലൈഹി ബസറു. അല്ലാഹു സുബ്ഹാനഹുവിന്റെ ശുഹദായായി ലോകത്ത് നിർത്തിയ മഹത്തുക്കളായ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ. അതിൽ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് കൃത്യമായി അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹന്നാസ്. സൂറത്തുൽ ബഖറയിൽ ആദ്യമായി യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ട് കൽപ്പന പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങളെയും നിങ്ങളുടെ പൂർവികരായ ആളുകളെയും സൃഷ്ടിച്ച, നിങ്ങളുടെ പിതാമഹന്മാരെയും സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്ന്. അവർ സാധാരണ മനുഷ്യന്മാരാണെന്ന് അവരുടെ പാപസുരക്ഷിതത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ ദിനേന തെറ്റ് ചെയ്യുന്നവരാണെന്ന് പരസ്യമായി എഴുതി വെച്ച വഹാബി പ്രസ്ഥാനം നമുക്കറിയാമല്ലോ. ആ പ്രസ്ഥാനത്തെ ഒരർത്ഥത്തിലും അംഗീകരിക്കാൻ ഒരു മുസ്ലിമായ മനുഷ്യന് സാധ്യമല്ല എന്നാണ് ഇതിന്റെ താല്പര്യം. അത് വലിയ അപകടം ചെയ്യും. അവർക്ക് കുട പിടിച്ചു കൊടുക്കുന്നത് വലിയ അപകടം ചെയ്യും. മൻ ആവാ മുഹദിസൻ, ഒരു മുബ്തദിഇനെ കുട പിടിച്ചു കൊടുത്താൽ അഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവന്റെ മേലുണ്ടെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നതാണ്. ഇതിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ തങ്ങളുടെ ഏകദേശം ഈ ലോകത്ത് നിന്ന് യാത്ര ചെയ്യാൻ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിശുദ്ധ ഖുർആനിന്റെ വിധിവിലക്കുകളൊക്കെ ഇറങ്ങിത്തീർന്നിട്ടുള്ള സന്ദർഭമാണ്. ആ സമയത്താണ് ഈ വിശുദ്ധ ഖുർആനായി തുടങ്ങുന്നത്. അൽയൗമ, ഇന്ന് അറഫാ ദിനത്തിലാണ് ഇതുപോലെ ജനമഹാസമുദ്രം ഒരുമിച്ച് കൂടിയ അറഫാ ദിനത്തിലാണ് ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. ഇന്ന് അക്മൽതു ലക്കും ദീനക്കും. Stands committed with you in the entire state and the entire party under the leadership of Mallikarjun Kharge ji and Rahul ji. We would like to stand with you to support you. You are doing a very great human service to the entire country. This is the value of this country which we have a big history. Anyway, the social Kerala is a state. It is a state with rich